നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള CPMന്റെ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ച് രംഗത്ത് വരികയാണ്. ഇതിനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഹൈക്കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സമൂഹത്തിലുണ്ടാക്കുന്ന ആശങ്ക സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കെ രമ MLA അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരമൊരു നീക്കം നടന്നിട്ടില്ല എന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സ്പീക്കറിന്റെ വാദം. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കി. ജയിൽ മോചനത്തിനായി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. പ്രതികളെ മോചിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സർക്കാർ പറയേണ്ടത് സ്പീക്കർ പറഞ്ഞത് അനൗചിത്യമാണ് എന്നും VD സതീശൻ പറയുകയുണ്ടായി. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. തുടർന്ന് സഭ പിരിഞ്ഞു. സഭ വിട്ട പ്രതിപക്ഷം സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിണറായി വിജയന്റെ ആഭ്യന്തരം വൻ പരാജയമാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലായി പുറത്തുവരുന്ന വാർത്തകൾ. ആഭ്യന്തരമന്ത്രിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഇതിനു മുൻപും ഉയർന്നു വന്നിട്ടുണ്ട്. ഗുണ്ടകളെ കയറുവരി വിട്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്നത് എന്ന വിമർശനവും ശക്തമാണ്. ഈ വിഷയത്തിൽ 2022 PK ബഷീർ MLA നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ഏറെ വൈറലായ ഒന്നാണ്. പിണറായി നാടുവാണിടും കാലം ഗുണ്ടകളെല്ലാരും തില്ലങ്കേരി എന്ന് തുടങ്ങുന്ന പാരഡി പാട്ടുമായിരുന്നു PK ബഷീർ അന്ന് പിണറായി വിജയനെ സഭയിൽ നേരിട്ടത്. ഇപ്പോഴിതാ TP കേസ് പ്രതികൾക്കായി പിണറായി വിജയന്റെ വഴിവിട്ട കളികൾ പുറത്തു വരുമ്പോൾ PK ബഷീറിന്റെ അന്നത്തെ ആ പ്രസംഗം ഒന്നുകൂടി പ്രസക്തമാകുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. സർ, ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ ഇവിടെ ഭിന്നോക്കക്ഷേമ വകുപ്പ് വന്നിട്ടുണ്ടല്ലോ സർ. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് തുകയില്ല. എവിടെയാണ് കൊടുത്തത് സർ? കണ്ണൂർ പെരളാശ്ശേരി AKG മ്യൂസിയത്തിന് 6 കോടി രൂപ. ഞാൻ അവിടെ എന്താണ് കൊണ്ടുവെക്കാൻ പോണേ? TP ചന്ദ്രശേഖരനെ വെട്ടിയ കത്തി, ആദ്യമായി സഖാക്കൾ പിരിവ് നടത്താൻ ഉപയോഗിച്ച ബക്കറ്റ്, ബോബിന്റെ വിവിധ മോഡുകൾ, ഇതൊക്കെയാണോ ഇനി അവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് സർ? പണ്ടൊക്കെ സർ ഉപ്പും ചാക്ക് സർ പീടിയൊക്കെ പുറത്തേന് സർ. ഉപ്പിന്റെ ചാക്ക് വെച്ചിന് പീടി അടച്ചു പോയാലും ചാക്ക് പുറത്തേന് സർ. ഇപ്പൊ എവിടെയാ സർ ചാക്ക്? പീടിയൊക്കെ ഉള്ളിലാ. കാരണം സർ അതിനും വില കൂട്ടി. ഇപ്പൊ ഉപ്പിന്റെ പാക്കറ്റ് പോലും CCTV നിരീക്ഷണത്തിലാണ്. നിങ്ങളെ ഗവൺമെന്റ് കാലത്തിൻ്റെതാണ് സർ. നിങ്ങളത് ആലോചിച്ചിട്ട് ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പറയുന്നത് സർ, മന്ത്രി അവിടെ വ്യവസായ വകുപ്പ് മന്ത്രി ഇല്ല. തൊഴിൽ സംരംഭം തുടങ്ങാൻ വിജയിക്കും എന്നാണ് പറഞ്ഞത്. 1 ലക്ഷം ആൾക്കാർക്ക് പറഞ്ഞത്. ആകെ ഇവിടെ വിജയിക്കണ ഒരു കച്ചവടം പറയുന്നത് ലഹരി കച്ചവടം മാത്രമേ തൊഴിൽ സംരംഭത്തിൽ വിജയിച്ചിട്ടുള്ളൂ. വേറെ ഏതാ വിജയിച്ച്? അതും നിങ്ങൾ സഖാക്കൾ റിസർവ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു യഥാർത്ഥ കണക്ക് എത്രയായിട്ട് സഖാക്കൾ തുടങ്ങിയ പല സംരംഭങ്ങളും പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വ്യവസായ മന്ത്രി 1 ലക്ഷത്തിന് മേലെല്ലാം ഉണ്ടാക്കുകയാണ്. ആലപ്പുഴയിലെ സഖാക്കളുടെ ലഹരി കച്ചവടം, കണ്ണൂരിലെ സഖാക്കളുടെ സ്വർണ്ണ കച്ചവടം, ഇതൊക്കെയല്ലേ ഉള്ളത്. പിന്നെ സാർ നിങ്ങളെ കാലത്ത് എവിടെ സാറിൽ നിങ്ങളെ ഗുണ്ടകളുടെ കാലല്ലേ സാർ? ഇപ്പോൾ പുതിയ ഒരു പാട്ടാണ്, പിണറായി നാട് വാണിടും കാലം ഗുണ്ടകൾ എല്ലാവരും